അബ്ദുൽ ബാദിഷാണ് കൂടെയുള്ളത്. അബ്ദുൽ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ എവേ മത്സരങ്ങൾ? ടീമിൻ്റെ കോൺഫിഡൻസിനെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തല്ലേ അവസാന വിജയങ്ങൾ? തീർച്ചയായിട്ടും ഞങ്ങൾ ലാസ്റ്റ് കളിച്ച 2 മാച്ചിലും വിജയമായതുകൊണ്ട് ടീമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ്. ഇനിയുള്ള മാച്ചുകളൊക്കെ ജയിച്ചാലാണ് ഗ്രൂപ്പിൽ സ്റ്റേബിൾ ആവുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതേപോലെ പോകണമെന്നുണ്ട്. ഇനിയുള്ള മാച്ചുകളെ കുറിച്ച് പറഞ്ഞു. ഇനിയുള്ള 2 ഹോം മത്സരങ്ങൾ വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അത് ടീമിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആവില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് കളിക്കാൻ തന്നെ ഞങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയും ജയിക്കണം എന്നാണ്. ബാദിഷിൻ്റെ കളി കാണുമ്പോൾ പൊതുവെ തോന്നുന്നു ഒരു റൈറ്റ് ഫുട്ടഡ് റൈറ്റ് ബാക്ക് ആണെന്ന് തോന്നുന്നു. കളിക്കുന്നത് മിക്കപ്പോഴും ലെഫ്റ്റ് ബാക്കിലാണ്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ? കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ റൈറ്റ് ബാക്കാണ്. ഞാൻ ഫസ്റ്റ് 5 മാച്ച് റൈറ്റ് ബാക്ക് ചെയ്യുന്ന കളിച്ചിരുന്നത്. പിന്നത്തെ മാച്ചിലാണ് ലെഫ്റ്റ് ബാക്ക് കളിച്ചത്. ഡിഫൻസിൽ എവിടെയാണെങ്കിലും ഓക്കെയാണ്. എവിടെ ഡിഫൻസിലാണല്ലോ ഓക്കെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ട ഒരു നല്ല മികച്ചൊരു ത്രൂ ബോൾ ഖാലിദ് റോഷന് കൊടുത്ത് അതൊരു അസിസ്റ്റായി മാറി, അതൊരു ഗോളായി മാറി. അപ്പം ഡിഫൻസ് മാത്രമല്ല, ആക്രമണത്തിലും ഒട്ടും മോശമല്ല അല്ലേ? തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഈ കളിയിലും അങ്ങനെ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ഈ സീസണിലെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും കപ്പ് അടിക്കണം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം സെമിയിൽ പോയതാണ്, ഇപ്രാവശ്യം അത് ചാമ്പ്യൻസ് ആവണം തന്നെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇത്തവണ ചാമ്പ്യൻസ് ആയിട്ട് തന്നെ തിരിച്ചു കയറുന്നു പ്രതീക്ഷിക്കാം. താങ്ക് യു.